സ്മാരക ഗുരുകുലം ആഷാഢോത്സവം എന്ന പേരിൽ കൂടിയാട്ട മഹോത്സവം സംഘടിപ്പിക്കും. വ്യാഴാഴ്ച ആരംഭിക്കുന്ന പരിപാടി ഓഗസ്റ്റ് 16 വരെ നീണ്ടു നിൽക്കുമെന്ന് ഭാരവാഹികൾ ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 16 വരെ ഒരു മാസം നീണ്ടു നിൽക്കുന്ന കൂടിയാട്ട മഹോത്സവത്തിന് ഗുരുകുലം നാട്യശാല വേദിയാകും. എല്ലാ ദിവസങ്ങളിലും വൈകിട്ട് 6:30 മുതലാണ് അരങ്ങിൽ അവതരണം നടക്കുക. കൂടിയാട്ട മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൂടിയാട്ടം, നങ്ങ്യാരമ്മക്കൂത്ത്, ചാക്യാർകൂത്ത്, പാടകം, മിഴാവിൽ തായമ്പക, മിഴാവ് മേളം, കുഴൽപ്പറ്റ് എന്നിവയുടെ രംഗാവതരണമാണ് നടക്കുക. വ്യാഴാഴ്ച വൈകിട്ട് 6:30 മന്ത്രാംഗം കൂത്തുപുറപ്പാടോടുകൂടിയാണ് ആഷാഢോത്സവത്തിന് തിരി തെളിയുക. 18 തീയതി മുതൽ 21 വരെ അന്തകവധം കൂടിയാട്ടം, 22 തീയതി മുതൽ 25 വരെ ചാക്യാർകൂത്ത്, 24 തീയതി മുതൽ 28 വരെ സീതാരാഘവം കൂടിയാട്ടം, 29 തീയതി മുതൽ 31 വരെ പാടകം, ഓഗസ്റ്റ് 1 മുതൽ 9 വരെ നങ്ങ്യാരമ്മക്കൂത്ത്, 10 തീയതി മിഴാവിൽ തായമ്പക, 11 തീയതി മുതൽ മത്തവിലാസം കൂടിയാട്ടം, 16 തീയതി പാടകം എന്നിങ്ങനെയാണ് പരിപാടി നടക്കുക. ഗുരുകുലത്തിലെ അധ്യാപകരായ പി.കെ. ഹരീഷ് നമ്പ്യാർ, വാസന്തി നാരായണൻ, സദനം വിനോദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇപ്രാവശ്യത്തെ ആഷാഢോത്സവത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗുരു പത്മശ്രീ പി.കെ. നാരായണൻ നമ്പ്യാരാശാൻ ചിട്ടപ്പെടുത്തിയിട്ടുള്ള കൂടിയാട്ടങ്ങളും നങ്ങ്യാരമ്മക്കൂത്തുകളും ചാക്യാർകൂത്തുകളും പാഠകങ്ങളും ആണ് ഇന്ന് ഇപ്രാവശ്യത്തെ ആഷാഢോത്സവത്തിൽ അവതരിപ്പിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ മത്തവിലാസം കൂടിയാട്ടം. മത്തവിലാസം എന്ന് പറയുന്നത് അനുഷ്ഠാനപരമായിട്ട് ക്ഷേത്ര മതിൽക്കെട്ടിനകത്തുള്ള കൂത്തമ്പലങ്ങളിലോ അല്ലെങ്കിൽ വലിയ അമ്പലങ്ങളിലോ ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കായിട്ട് നടത്തുന്ന വഴിപാട് കൂട്ടുകളായിട്ടാണ് മത്തവിലാസം കൂത്ത് നടന്നു പോന്നിരുന്നത്. അത് കരിവള്ളൂർ, മാടായിക്കാവ്, കൊട്ടിയൂർ തുടങ്ങിയിരിക്കുന്ന ക്ഷേത്രങ്ങളിലൊക്കെ ഇപ്പോഴും ഒരു മാസം നീണ്ടു നിൽക്കുന്ന അനുഷ്ഠാനങ്ങളായിട്ട് നടന്നു വരുന്നു. ആ മത്തവിലാസത്തിനെ മഹേന്ദ്ര വിക്രമ പല്ലവൻ എന്ന് പറയുന്ന കവിയുടെ മത്തവിലാസ പ്രഹസനം എന്നുള്ള നാടകത്തിന് ഒരു ഭക്തിയുടെ മാർഗത്തെ മാത്രമാണ് അതിൽ അവതരിപ്പിക്കുന്നത്. ആ പ്രഹസനത്തിലെ പ്രഹസനം മുഴുവനായിട്ട് കൂടിയാട്ടമായിട്ട് ചിട്ടപ്പെടുത്തിയിട്ട് പത്മശ്രീ പി.കെ. നാരായണൻ നമ്പ്യാരാശാൻ 1998 തുഞ്ചൻ നമ്പ്യാർ സ്മാരകം വായനശാലയിൽ അത് അവതരിപ്പിച്ചു. അന്ന് മാണി ദാമോദര ചാക്യാർ, ഗുരു പി.കെ.ജി. നമ്പ്യാർ, അതുപോലെ തന്നെ പി. നാരായണ ചാക്യാർ, അപർണ നമ്പ്യാർ ഇങ്ങനെ തുടങ്ങി എല്ലാവരും അന്ന് പങ്കെടുത്തതാണ്. അതിനുശേഷം അദ്ദേഹം ആ കൂടിയാട്ടത്തെ തിരുവനന്തപുരത്തുള്ള മാർഗീയ കലാകാരന്മാരെയും അഭ്യസിക്കുകയുണ്ടായി. അതിനുശേഷം ഗുരുകുലം ഇത് രണ്ടാമത് അവതരിപ്പിക്കുകയാണ് ഈ ആഷാഢോത്സവത്തിൽ. അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള അവതരണം, പുറപ്പാട്, നിർവഹണം, കൂടിയാട്ടം ഇങ്ങനെയുള്ള പൂർണ്ണമായിട്ടുള്ള അവതരണം 5 ദിവസങ്ങളെ കൊണ്ടാണ് ഈ ആഷാഢോത്സവത്തിൽ ചെയ്യുന്നത്.